ഡിറൈവ് ചെയ്യാൻ പോകുന്നത് കുറച്ച് റിലേഷനുകളാണ്. എക്സാമിന് കുറേ ഡെറിവേഷൻസ് ചോദിക്കുമല്ലോ. അപ്പോൾ അതിൽ കുറച്ച് റിലേഷനുകൾ ഈ ഭാഗമായിട്ട് മാസ് ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പം നമുക്ക് തുടങ്ങല്ലേ. ഡിറൈവേഷൻ ഫോർ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ. ഇതാണ് സംഭവം ഡിറൈവ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ, മാസ് ഫ്ലോ റേറ്റ് എം ഡോട്ട് എന്നാണ് എഴുതുക. അതൊരു ഗ്രൂപ്പായിട്ടാണ് ഇതിൽ പൊതുവെ എഴുതാറ്. ഇനി ഇതിൽ പ്രഷർ റേഷ്യോ എന്താണ്? P/P0 ആണ് ഇതിലത്തെ പ്രഷർ റേഷ്യോ. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ ഡിറൈവ് ചെയ്യണം. ഈ കാണുന്ന റിലേഷൻ ഡിറൈവ് ചെയ്യണം. ഇതിൽ ഈ പറയുന്ന P/P0 ആണ് എന്ത്? പ്രഷർ റേഷ്യോ. ഫൈൻഡ് പ്രഷർ റേഷ്യോ ഫോർ മാക്സിമം മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് മാക്സിമം ആവാൻ ഏതായിരിക്കണം പ്രഷർ റേഷ്യോ? അപ്പോൾ ഈ കാണുന്ന റിലേഷനിൽ ഇത് മാക്സിമം ആവാൻ വേണ്ടിയിട്ട് P/P0 വാല്യൂ എന്ത് വരണം? അതിൻ്റെ ആൻസർ ആണ് എന്ത്? 2/γ+1 റെഡ്യൂസ് ടു γ/γ-1. ഇനി വാട്ട് ഈസ് ദാറ്റ് മാക്സിമം വാല്യൂ ഓഫ് മാസ് ഫ്ലോ റേറ്റ്? മാക്സിമം വരാവുന്ന മാസ് ഫ്ലോ റേറ്റ് എത്ര? അതിൻ്റെ വാല്യൂ എത്ര? അത് കിട്ടാനുള്ള ഇക്വേഷൻ എന്ത്? ഇതാണ് റിലേഷൻ. ഇതെങ്ങനെ കിട്ടും? ഈ കാണുന്ന റിലേഷനിൽ P/P0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. ഇതെങ്ങനെ കിട്ടി? ഇതെങ്ങനെ കിട്ടാൻ നമുക്ക് പറയട്ടെ. മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ ഡെറിവേറ്റീവ് എടുക്കുക, ഡെറിവേറ്റീവ് = 0 കൊടുക്കുക, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ P/P0 കിട്ടും. നമ്മൾ ഡിറൈവ് ചെയ്യാം. ഇനി ഡിറൈവ് റിലേഷൻ ഫോർ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ റേഷ്യോ. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് ഏരിയയുടെ റേഷ്യോയിൽ പറയണം. ഇതാണ് ആ റിലേഷൻ. ഇവിടെ എന്ത് വരും? A*/A വരുന്നുണ്ട്. ഇവിടെ മാസ് ഫ്ലോ റേറ്റിൻ്റെ ടേം വരുന്നുണ്ട്. ഇതാണ് ഏരിയ റേഷ്യോ. ഇനി ഡിറൈവ് റിലേഷൻ ഫോർ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ. മാക് നമ്പറിൻ്റെ ടേംസിൽ കണ്ടോ, റൈറ്റ് സൈഡിൽ കണ്ടില്ലേ മാക് നമ്പറിൻ്റെ ടേംസിൽ ഡിറൈവ് ചെയ്യണം. അങ്ങനെ ഈ കാണുന്ന 5 ഡെറിവേഷനുകൾ ഇതിൽ നിന്നും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഡിറൈവ് റിലേഷൻ ഫോർ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ. ഇതാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക? മാസ് ഫ്ലോ റേറ്റ് m.= ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് അതിനെ പറയുക. ഇനി നമ്മുടെ എയിം എന്താണ്? ഡെൻസിറ്റി. ഇതിൽ കാണുന്ന ഓരോ ടേം ഡെൻസിറ്റിനെ പറ്റിയുള്ള ബന്ധപ്പെട്ട റിലേഷൻ കിട്ടണം, ഏരിയനെ പറ്റി ബന്ധപ്പെട്ട റിലേഷൻ കിട്ടണം, സി ആയിട്ട് ബന്ധപ്പെട്ട റിലേഷൻ കിട്ടണം. അതെല്ലാം വന്നിട്ട് ഈ ഫോമിലേക്ക് വരണം. അതിൽ പ്രഷർ റേഷ്യോ കയറി വരണം. ആ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ എയിം എന്താണ്? ഡെൻസിറ്റീനെ ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ ഷോർട്ടായി കഴിഞ്ഞാൽ P റേഷ്യോ എന്ന് എഴുതിയെന്നുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് വഴി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ വഴിയുള്ളത്? ആദ്യം തന്നെ ഉപയോഗിക്കുന്ന സാധനം P⁻Γ is a constant എന്ന് പറഞ്ഞിട്ട് അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഇല്ല, അത് ഉപയോഗിച്ചു. ഇതിൽ നിന്ന് എങ്ങനെ ഇപ്പോൾ റോയിലേക്ക് എത്തുക? നമുക്കറിയാം വെലോസിറ്റി റോ തമ്മിൽ ബന്ധമുണ്ടല്ലോ. ഇത് ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ ഒരു ഇക്വേഷനാണ് P⁻Γ. ഐസെൻട്രോപിക് എന്ന് പറയുന്നത് അഡിയാബാറ്റിക്കും എന്താണ് റിവേഴ്സിബിളും ആണ്. ഒരു എന്താണ് ഈ P⁻Γ എന്ന് പറയുന്ന സംഭവം എന്താണ്? അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ അഡിയാബാറ്റിക് റിവേഴ്സിബിൾ ആകുമ്പോൾ നമ്മളെന്ന് പറയും ഐസെൻട്രോപിക് എന്ന് പറയും. അപ്പോൾ P1V1 റേസ് ടു ഗാമ = P2V2 റേസ് ടു ഗാമ. കോൺസ്റ്റന്റ് എന്ന് പറയുന്നതുകൊണ്ട് അപ്പുറത്തും പുറത്തും ചെയ്താലോ നമ്പർ മാറ്റിയിട്ട് രണ്ട് സ്റ്റേറ്റിലും സെയിം ആയിരിക്കുമല്ലോ. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ ക്വാണ്ടിറ്റി മൊത്തത്തിൽ സെയിം ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? V എന്ന് പറയുന്നത് അറിയാം. V എന്ന് പറയുന്നത് 1/ρ ആണെന്ന് അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇവിടെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ഈ റോയിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ഈ കാണുന്ന റോയിനെ പുറത്തോട്ട് കൊണ്ടുവന്നു. ഈ കാണുന്ന P0നെ അടിയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ അടിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഇത് കിട്ടിയത്. ഇനി ഇതിവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഈ കാണുന്ന അടിയിൽ കാണുന്ന ρ0നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇവിടെ രണ്ട് സൈഡിലും √γ എടുത്തു. അതായത് റേസ് ടു 1/γ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഗാമ പോയി ഇവിടെ റേസ് ടു 1/γ വന്നു. അങ്ങനെ എന്ത് കിട്ടി? നമുക്ക് റോനെ ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോയിൽ കിട്ടി. അപ്പോൾ m.= നമുക്ക് ഇതിനെ എഴുതാം. ഈ റോ ഇവിടെ കാണുന്ന കണ്ടില്ലേ, ഇവിടെ റോയ്ക്ക് പകരം എന്ത് ചെയ്യാം? ഈ കാണുന്ന ഒരു സംഭവം എഴുതാം. പക്ഷേ ഇനി എയും സിയും ബാക്കിയുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഡെൻസിറ്റി കണ്ടിന്യൂറ്റി. നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത എന്താണ്? അടുത്ത നമ്മുടെ എയിമാണ് ടു ഗെറ്റ് സി വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോയിൽ കിട്ടണം. സീനെ എങ്ങനെ പ്രഷർ റേഷ്യോയിൽ കിട്ടും? നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന H0 = h+12c². ഇതിന് പറയുന്ന പേര് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിയുടെ ഇക്വേഷൻ അഥവാ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി. നമുക്ക് സൈഡിൽ എഴുതി വയ്ക്കാം. H = CPT നമ്മൾ തെർമോഡൈനാമിക്സിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. CP സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ രണ്ട് സൈഡിലും എന്ത് ചെയ്തു? H-ന് പോലെ CPT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ T0 ആയതുകൊണ്ട് CPT 0, ഇവിടെ CPT + c²/2. ഇതിനെ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും CP കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. ഇത് നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇനി T0 - T, ഈ ടീനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി.
ഇവിടെ എന്താ ചെയ്തത്? സി പിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ T0 - T ഇൻറ്റു 2CP = C² എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. C² എത്തിയിട്ടുണ്ട്. അടുത്തത് എന്തായിരിക്കും? C² = T0 - T ഇൻറ്റു 2CP ആയിരിക്കുമ്പോൾ അടുത്തത് എന്തായിരിക്കും? ഇനി നമ്മൾ സി പിനെ കൂടി ഇതിൽ നിന്ന് ഒഴിവാക്കണം. സി പിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് γr/γ-1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അങ്ങനെ എന്ത് കിട്ടുന്നു? C² = T0 - T ഇൻറ്റു 2 ഇൻറ്റു γr/γ-1. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ റീഅറേഞ്ച് ചെയ്ത് T0 - T അവസാനം എഴുതി, ബാക്കി ഈ കാണുന്ന സംഭവത്തിന് ആദ്യം എഴുതി. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കിട്ടിയത്. ഇവിടെ എന്താ ചെയ്തത്? നമ്മൾ മുമ്പ് ചെയ്തതിൽ നിന്ന് എന്ത് വ്യത്യാസം ഇവിടെ വന്നിട്ടുള്ളത്? ഇവിടെ എന്താ വന്നത്? ഒരു T0 കൊണ്ട് T0നെ പുറത്തേക്ക് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. T0നെ പുറത്തേക്ക് എടുത്തു, ഇവിടെ നിന്ന് പുറത്തേക്ക് എടുത്തു. T0നെ പുറത്തേക്ക് എടുത്തപ്പോൾ എന്ത് വന്നു? ഇവിടെ 1 വന്നു, ഇവിടെ T/T0 എന്ന് വന്നു. ഇതാണ് സംഭവം. ഓക്കെ, ഇനി എന്താണ്? ഈ T/T0യും P/P0യും തമ്മിൽ ബന്ധമുണ്ട് ഓൾറെഡി. നമ്മൾ γ - 1/γ എന്ന് പറഞ്ഞ മുമ്പുള്ള ഡെറിവേഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു ബന്ധം നമ്മൾ തെർമോഡൈനാമിക്സിൽ പണ്ടേ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബന്ധമാണ്. അത് പലപ്പോഴും ഉപയോഗിക്കാറുള്ള ബന്ധമാണ്. ടിയും പിയും തമ്മിലുള്ള ബന്ധം ഈ γ - 1/γ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുകയാണ്. T/T0ന് പകരം ഈ P/P0ന്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എന്താണ് ഈ കാണുന്ന റിലേഷൻ? T/T0 = P/P0 റേസ് γ - 1/γ എന്നുള്ള റിലേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇനി C² ആയതുകൊണ്ട് C കിട്ടാൻ വേണ്ടി റൂട്ട് എടുക്കണം. മൊത്തത്തിൽ റൂട്ട് എടുക്കുക. കണ്ടില്ല, ഈ റൂട്ട് എടുത്തു നമ്മൾ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? m ഡോട്ട് ഓൾറെഡി നമുക്ക് അറിയാം. ρ0 × P/P0 റേസ് 1/γ AC. ഇത് ഓൾറെഡി കിട്ടിക്കിടക്കുന്നതാണ്. എന്ത്? റോയ്ക്ക് പകരം നമ്മൾ ഈ കാണുന്ന ടേം എന്താണ്? ഈ കാണുന്ന ടേം റോയ്ക്ക് പകരമാണ്. ഇനി നമ്മൾ ഈ സിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിക്ക് പകരം ബാക്കിയുള്ളതെല്ലാം അവിടെ നിർത്തിയിട്ട് സിക്ക് പകരം ഈ കാണുന്ന സംഭവം മൊത്തം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത്ര. ഇനി ഒരു എയും കൂടി ഇതിനുള്ളിൽ ബാക്കിയുണ്ട്. ഏനെന്തെങ്കിലും ചെയ്യണോ? ഏനെ നമ്മളൊരു ടേമായിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകല്ലേ? നോക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് വെലോസിറ്റി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, വെലോസിറ്റി ഇൻ കണ്ടിന്യൂറ്റി, അതാണ് ഇവിടെ ചെയ്തത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് വെലോസിറ്റി ഇൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യണം? എലിമിനേറ്റ് ρ0 നമുക്ക് വേണ്ട, അതൊരു അധികപ്പറ്റാണ്, അതിനെ ഒഴിവാക്കണം. എന്താ ചെയ്യുക? PV = RT. എന്താണിത്? ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി PV എന്ന് പറഞ്ഞാൽ 1/ρ ആണെന്ന് അറിയാം. P/ρ = RT. ഇനി എന്ത് ചെയ്യാം? സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിലാവുമ്പോൾ എന്താ വരും? ഈ എല്ലാത്തിനും 0 ഇട്ട് കൊടുക്കുക. R-ന് 0 ഇടുന്ന കാര്യമില്ല, R കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് R0 എന്ന് ഇടേണ്ട ആവശ്യമില്ല. P0/ρ0 = RT0. ഇതിൽ നിന്ന് ρ0 എങ്ങനെ ഒഴിവാക്കാൻ പോണത്? P0/RT0 = ρ0 എന്ന് പറഞ്ഞിട്ട് ρ0 ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു, ഇതിനപ്പുറത്ത് കൊണ്ടുവന്നു, രണ്ടും ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. ഇതിനൊന്ന് തിരിച്ചെഴുതി. അപ്പോൾ ρ0 = P0/RT0 എന്ന് കിട്ടി. അപ്പോൾ ρ0 നമുക്ക് ആവശ്യമില്ല, പകരം P0 T0 വന്നുകൊണ്ട് നമുക്ക് വിഷമില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ρ0 കാണുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? ഈ കാണുന്ന സംഭവം കൊടുക്കണം. ആ കണ്ട ρ0 പകരം എന്ത് ചെയ്തു? ഈ കാണുന്ന സംഭവം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതവിടെ ചെയ്ത കാര്യം എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ρ0. അങ്ങനെ നമ്മളിത് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഈ ഇവിടെ ചെയ്ത സംഭവം എന്താണ്? ഇവിടെ ഈ RT0 ഉണ്ട്, RT0 ഇവിടെ കിടക്കുന്നുണ്ട്. അതിനെ റൂട്ടിനെ പുറത്തേക്ക് എടുത്തു. റൂട്ടിനെ പുറത്തേക്കല്ല, അത് നേരെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ റൂട്ട് അടക്കം കൂടെ വന്നു. ഇവിടെ ബാക്കി 2γ മാത്രമായി. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന RT0 പുറത്തേക്ക് എടുത്തു. റൂട്ടിന് പുറത്തേക്കല്ല, പുറത്തേക്ക് മാറ്റി വെച്ചു അതിനെ. ഇനി അടുത്ത സ്റ്റെപ്പ് ടേക്കിംഗ് RT0 ഔട്ട്സൈഡ് റൂട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്ത സ്റ്റെപ്പ് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ RT0 ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ഒരു RT0 ഉണ്ട് അല്ലേ? ഇവിടെ RT0, ഇവിടെ RT0. റൂട്ടിനുള്ളാണോ? റൂട്ടിലല്ല. അപ്പോൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ എന്ത് വരും? അടിയിലൊരു √T0 വരും. √R0 ക്യാൻസൽസ് ഔട്ട് എന്ന് പറയാം. അപ്പോൾ √R0 ക്യാൻസൽസ് ഔട്ട് ആണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യം. ഇനി അടുത്തത് എന്തായിരിക്കും? അപ്പോൾ ഈ RT0 √R0 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഈ രൂപത്തിലേക്ക് വന്നു. അടുത്തത് ഇവിടെ എന്താ ചെയ്തേ? നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാവുന്ന ഈ A ഇപ്പുറത്തോട്ട് നീക്കി എഴുതി. ഇവിടെ ഉണ്ടായിരുന്ന എടുത്ത് ഇവിടേക്ക് എഴുതി. അത്രയല്ലേ വന്നിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? ഇല്ല. A നിയർ P0 അത്ര ചെയ്തിട്ടുള്ളൂ. ഇവിടെ എന്താ വ്യത്യാസം വരുത്തിയിട്ടുള്ളത്? ഇവിടേക്ക് സെയിം തന്നെയാണ്. ഈ P/P0 റേസ് 1/γ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വേണം? സ്ക്വയർ ആയിരിക്കും. സ്ക്വയറിന് പുറത്തേക്ക് എടുക്കുമ്പോഴല്ല 1 വരിക. അപ്പോൾ ഇവിടെ ഒരു 2, പവർ 1ന് വരെ 2, അതാണ് ഉള്ളിലേക്ക് പോയപ്പോൾ 2 ആയത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മളിവിടെ എടുത്ത് എഴുതി. P/P0 റേസ് 1/γ ഇൻസൈഡ് റൂട്ട് വരുമ്പോൾ 2/γ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഇനി എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇത് ഈ കാണുന്ന സംഭവത്തിനെടുത്ത് ഉള്ളിലേക്ക് ഈ ബ്രാക്കറ്റിനെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതെന്ത് തോന്നുന്നു? ഇവിടെ 1 ഉള്ള സ്ഥലത്തേക്ക് ഇത് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ആയി. ഇവിടെ എന്ത് വന്നു? γ - 1/γ കൂടെ ഒരു 2/γ കൂടിയും വരും. അപ്പോൾ എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഒരു സംഭവത്തിന് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ്? A⁻B × A⁻C = എന്താണ്? A⁻B + C അല്ലെങ്കിൽ X⁻A × X⁻B = X⁻A + B. ആ സംഭവം
ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തത്? നമ്മൾ ഈ ഇതിന് സിംപ്ലിഫൈ ചെയ്തു. ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 2 ബൈ ഗാമ, അതിന് തമ്മിൽ എന്താ 2 മൈനസ് 1 ചേർന്ന് ഗാമ പ്ലസ് 1 ആയി. അടിയിൽ ഗാമ സെയിം തന്നെ. അങ്ങനെ കിട്ടി. നമ്മുടെ ഫൈനൽ ആൻസർ ആയോ? അപ്പോൾ ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 2 ബൈ ഗാമ സിംപ്ലിഫൈഡ് ടു ഗാമ പ്ലസ് 1 ബൈ ഗാമ ആണ് സംഭവിച്ചത്. ഇവിടെ നിന്ന് സംഭവിച്ചത്, ഇവിടെ ഈ കാണുന്ന ഈ റൂട്ട് ഗാമേനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. റൂട്ട് ഗാമേനെ പുറത്തേക്ക് എടുത്തു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഉണ്ടായിരുന്ന റൂട്ട് ഗാമേനെ പുറത്തേക്ക് വന്നു. അതാണ് ഇത് കാണുന്നത്. ഗാമ ഔട്ട് സൈഡ് റൂട്ട്. ഇനി ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ചെയ്തത് എന്താണ്? ഈ ഏരിയ ഇവിടെ കിടക്കണ്ടായിരുന്ന ഈ ഏരിയനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി, എമ്മിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോയി. വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? A2 RHS, സോറി A2 LHS അല്ല വരണ്ടേ, LHS. അങ്ങനെ ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ആൻസർ ആയോ? ഇവിടെ എന്താ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എന്താണ് വ്യത്യാസം നോക്കി നോക്കിയേ. എവിടെയാണ് വ്യത്യാസം വരുത്തിയിട്ടുള്ളത്? ഈ റൂട്ട് ഓഫ് RT0 എന്നുള്ളതിനെ രണ്ടിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്ന കണ്ട, അത് റൂട്ട് ഓഫ് RT0 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇങ്ങനെ. ഈ ഗാമയുടെ അടിയിൽ ആറിന് കൊടുത്തു ഒരുമിച്ച്. അപ്പോൾ ഗ്രൂപ്പിംഗ് P0/T0, അതായത് ഇങ്ങനെ പറയാം, P0/T0 ഒരുമിച്ചാക്കി, ഗാമ ബൈ ആറിന് ഒരുമിച്ചാക്കി, ഒരു തമ്മിലൊന്ന് വേർതിരിച്ച് എഴുതി, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി എഴുതി, അത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്തു? ഈ റൂട്ട് ഓഫ് T0/P0 എന്നുള്ള സംഭവം വേണം. ഇവിടെ P0/T0 അങ്ങോട്ട് LHSലേക്ക് കൊണ്ടുപോയി. കണ്ട, P0/√T0 തെറ്റ് ചെയ്തുണ്ടല്ലോ, LHSലേക്ക് കൊണ്ടുപോയി. കണ്ടില്ലേ, നമ്മൾ ഇത്ര എത്തറായോ? ഏകദേശം എത്തറായുണ്ട്. ഈ സാധനം കൂടി അപ്പുറത്തോട്ട് കൊണ്ടുപോകാനുണ്ട് അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഇതിനെ LHSലേക്ക് കൊണ്ടുപോയി. റൂട്ട് ഓഫ് ഗാമ ബൈ, ഇവിടെ ഉണ്ടായിരുന്ന റൂട്ട് ഓഫ് ഗാമ ബൈ റൂട്ട് ഓഫ് ആറിനെ LHSലേക്ക് കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മുടെ സംഭവം ആയി കഴിഞ്ഞു. ഇതിനെന്ത് ചെയ്തു? ഇനി റീഅറേഞ്ച് എന്താ ചെയ്തിട്ടുള്ളത്? ഇത് സെയിം അല്ലേ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. ദിസ് റിലേഷൻ ഗീവ്സ് മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ. അപ്പം മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ഡെറിവേഷൻ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ആക്കാം. അത് നല്ലത്, ലെങ്ത് കൂടി പോകും.